ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളൊരു വാഹനം നല്ല കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചിൽ മുന്നോട്ടെടുക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഈ ഒരു അബദ്ധം ഒരു കാരണവശാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഡ്രൈവിങ്ങിൽ കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് പേർക്ക് വാഹനം ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുമ്പോൾ ഈ ഒരു അബദ്ധം ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട്. ഇത് സംഭവിച്ചാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളെ ഒരു നല്ല ഡ്രൈവറായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾ കണക്ക് കൂട്ടില്ല. 1. 2, നമ്മൾ വാഹനം ഇത്തരത്തിൽ നിരന്തരം ഹാഫ് ക്ലച്ചിൽ വാഹനം കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ വാഹനത്തിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളിൽ വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആൾക്കാർക്കും ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലമുണ്ട്. വാഹനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മളിൽ പല ആൾക്കാർക്കും ഇല്ല. പ്രത്യേകിച്ച് ഒരു വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, നന്നായിട്ട് ഓടിക്കുന്നവരുണ്ടാവും. പക്ഷെങ്കിൽ ഇതുപോലെ നമ്മളൊരു വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വാഹനത്തിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് വരും. നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്നത് കൃത്യമല്ലായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി ആ മിസ്റ്റേക്ക് എന്താണ്, വാഹനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ എൻ്റെ വണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു കയറ്റത്താണ്. ഈ കയറ്റത്ത് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്. നോക്കുക, അപ്പോൾ ഇവിടെ ക്ലച്ചിൻ്റെ ആ ഒരു വർക്കിംഗ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ എൻജിൻ മാത്രമാണ് വർക്ക് അയക്കുന്നത്. എൻജിൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവറുണ്ട്. ഈ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി വണ്ടി ഓടിത്തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പവർ നമുക്കിനി ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കണം. അപ്പം എൻജിൻ വരും, ഒപ്പം തന്നെ തൊട്ടടുത്ത് ഗിയർ ബോക്സ് ചേർന്നുണ്ട്. പിന്നെ വീലുകളിലേക്ക് പവറും കൂടി എത്തുമ്പോൾ നമുക്ക് വാഹനത്തെ ഓടിക്കാനായിട്ട് കഴിയും. മനസ്സിലായോ? എന്നാൽ ഈ എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്യണം, ഇടയ്ക്ക് നമുക്ക് പവറിനെ വീലുകളിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ ഓഫാകാതെ വണ്ടിയെ നിർത്താനും വണ്ടിയെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിലായിട്ട് ക്ലച്ചിൻ്റെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മളിവിടെ ക്ലച്ചിനെ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ക്ലച്ചിൻ്റെ ഉപയോഗം നമ്മൾ കറക്റ്റ് ായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലച്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ക്ലച്ച് ഡിസ്കിന്, അതുപോലെ തന്നെ ഡയഫ്രം സ്പ്രിങ്ങിന്, അത് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു യൂണിറ്റാണ്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉപയോഗിച്ച് ഈ ക്ലച്ചിനെ നമുക്ക് കുറേ കാലം നിലനിർത്താനായിട്ട് കഴിയും. 1. 2, നമ്മൾ വാഹനത്തെ കയറ്റത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, കയറ്റത്ത് നമുക്ക് കൂടുതൽ പവർ വേണം വണ്ടി എടുക്കാനായിട്ട്. കാരണം വണ്ടി നിരപ്പത്തെടുക്കുന്ന പോലെയല്ല കയറ്റത്ത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ, അതായത് ഒരു കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആക്സിലറേഷൻ്റെ അളവ് പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ ഇന്ധനം കൂടുതൽ കത്തിത്തീരും. അതൊരു വലിയ പ്രശ്നമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയക്കുന്നത് കൃത്യം ബാലൻസ് ചെയ്തല്ലെങ്കിൽ വാഹനത്തിൻ്റെ ടയർ വല്ലാത്ത രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? വണ്ടി എടുക്കാനായിട്ട് കൂടുതലായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടയറിന് തേയ്മാനം സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും നിങ്ങൾ കയറ്റത്തും നിരപ്പത്തൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വണ്ടി ഇരച്ചായിരിക്കും എടുക്കുന്നത്. ആക്സിലറേഷൻ്റെ സൗണ്ട് കേൾക്കും, ക്ലച്ച് അയക്കുന്നത് ഇരച്ചായിരിക്കും വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് ക്ലച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം എന്താണെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു വാഹനത്തെ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ടത്? അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയർ, പവറുള്ള ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ചേർത്തിടുന്നു. രണ്ടാമത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇപ്പം
ഞാൻ വണ്ടി കയറ്റത്തെടുക്കുകയാണ്. ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിൽ കാലിങ്ങനെ വെച്ചേക്കുക, പതിയെ ക്ലച്ച് അയച്ച് നമ്മൾ വണ്ടി നീങ്ങുന്ന ആദ്യത്തെ പോയിന്റിലേക്ക് എത്തും. ഇപ്പം നിങ്ങൾ നോക്കിയേ, വാഹനം നീങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും, വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യുന്നു, മനസ്സിലായോ? ഈ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ഒരു കയറ്റത്തിൻ്റെ അളവിനനുസരിച്ചുള്ള ആക്സിലറേഷൻ മാത്രമേ നിങ്ങളിവിടെ കൊടുക്കാവുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഞാൻ ഇനി ക്യുക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ആക്സിലറേഷൻ കൊടുത്തോണ്ട് ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ഇത് ആക്സിലറേഷനിലും ഹാഫ് ക്ലച്ചിലുമായിട്ട് വാഹനത്തെ ഇങ്ങനെ നിർത്തും. അതായത് ക്ലച്ചിലും ആക്സിലറേഷനിലും ഇങ്ങനെ നിർത്തും. ഒരിക്കലും ഇത് ലോങ് ടൈമിൽ ഇങ്ങനെ നിർത്തരുത്. കാരണം കുറേ സമയമാണ് നമ്മൾ ഇതിങ്ങനെ നിർത്തുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിന് ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും. 1. 2, നമ്മൾ ആക്സിലറേഷൻ വണ്ടി കയറാനായിട്ടുള്ള ഒരു അളവിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. ഇനി ചില ആൾക്കാർ ഇവിടെ എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങ് പിടിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ ഞാൻ അങ്ങ് ചവിട്ടി പിടിക്കുകയാണ്. ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക്, അപ്പോൾ വണ്ടി എടുക്കുന്ന ഇരച്ചായിരിക്കും വണ്ടി എടുക്കുന്നത്. ക്ലച്ച് ഇരപ്പിച്ച് വാഹനം എടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ വണ്ടി എടുത്തു പോകാനായിട്ട് ശ്രമിക്കണം. അത് നമ്മളൊരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഒക്കെ ആക്കി വണ്ടി എടുക്കരുത്. കാരണം അവിടെ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിനാണ് തേയ്മാനം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും അത് ഡ്രൈവിങ്ങിൽ ഒരു നല്ല ശീലമല്ല. ഒരുപാട് ആക്സിലറേഷൻ ഇരച്ചായിരിക്കും വാഹനം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ നല്ലൊരു കയറ്റത്ത് ഇപ്പോൾ എൻ്റെ വണ്ടി വരുവാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ വാഹനം ഈ കയറ്റത്ത് ചവിട്ടി നിർത്തുകയാണ്. നിങ്ങൾ നോക്കുക, സൈഡ് ഒതുക്കി ഞാൻ ഇവിടെ ചവിട്ടി നിർത്തിയിട്ട് എടുത്ത് കാണിക്കാം. നിങ്ങൾ നോക്കിയാൽ നല്ല കയറ്റമാണ്. ക്ലച്ചിലും ബ്രേക്കിലേക്കും എൻ്റെ കാല് വന്ന് ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. ഓക്കെ, ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ നോക്കുക, നിങ്ങളിവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഇത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത്തേക്കാലും വലത്തേക്കാലും ഫ്രീ ആക്കി വെക്കുക. നിങ്ങൾ നോക്കി, എൻ്റെ ഉപ്പൂറ്റി ഞാൻ ഈ ഫ്ലോറിൽ വെച്ചിട്ടില്ല, ഫ്രീ ആക്കിയാണ് വെച്ചേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കണം. ഒരുപാട് നേരം ഇങ്ങനെ ഹാഫ് ക്ലച്ച് കാല് വെക്കാനും പാടില്ല. കാരണം വണ്ടിയുടെ എൻജിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് ഗിയർ വഴി വീലുകളിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അവിടെ ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും, പ്രഷർ വരും, അവിടെ തേയ്മാനങ്ങൾ സംഭവിക്കും. അപ്പോഴാണ് ഈ ക്ലച്ച്, ചില വാഹനങ്ങളിലൊക്കെ ക്ലച്ച് ഔട്ടുമ്പോൾ നിങ്ങൾക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അത് അങ്ങനെ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ലച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതും കട്ടി വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഹാഫ് ക്ലച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും ഒപ്പം അതിനനുപാതികമായിട്ട് പതിയെ ക്ലച്ച് അയച്ചെടുക്കാൻ പഠിക്കണം. മനസ്സിലായി? ഇതേ ആക്സിലറേഷൻ നമ്മൾ 1-2 തവണ എടുത്തു കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ച് നമ്മൾ വണ്ടി എടുക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഈ മെത്തേഡിലായിരിക്കണം നിങ്ങളൊരു വാഹനത്തെ കയറ്റത്തെ എടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് പഠിക്കുക. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരപ്പത്തെടുക്കാൻ പഠിക്കണം. ഒരുപാട് പേർക്ക് നിരപ്പത്ത് ഇരപ്പിച്ചെടുക്കുന്ന സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ലേറ്റായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരാണ് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത്. അതായത് ക്ലച്ച് അയച്ചെടുക്കാനായിട്ടുള്ള ഐഡിയ ഇല്ല. അത് എത്ര പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർ ചെയ്യത്തില്ല. ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും, ക്ലച്ച് ഇങ്ങോട്ട് അയക്കും, വണ്ടി അങ്ങോട്ട് ഇരച്ചായിരിക്കും എടുക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. നിരപ്പത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങളുടെ കാല് ബ്രേക്ക് പെടലേ വെച്ചേക്കുക. വണ്ടി ഇത്തിരിയെങ്കിലും ബാക്കിലേക്ക് റോൾ ആകുന്ന തരത്തിലുള്ള ഒരു നിരപ്പാണ്. ഇച്ചിരി ബാക്കിലേക്ക് പോകുമെങ്കിൽ ബ്രേക്ക് കാല് വെച്ചേക്കുക. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തിരി ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് എന്ത് ചെയ്യണം, പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് സിമ്പിളായിട്ട് അയച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ ഇത് നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യാതെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനത്തെ മനസ്സിലാക്കാതെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാം. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ, നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് കൂടുതൽ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കിയാൽ ടയറിനൊക്കെ വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാം, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരു നല്ല ഡ്രൈവറാണ് അടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഡ്രൈവിങ്ങിനെ അവർ വിലയിരുത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു മിസ്റ്റേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യരുത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഞാൻ ഇന്നത്തെ ഒരു കണ്ടന്റിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉപകാരപ്പെട്ടെങ്കിൽ ഇത്
മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പേജിലൂടെ നമ്മുടെ വീഡിയോകൾ കാണാം. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും അടുത്ത അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.